ഞാനിതിനൊരു നിമിത്തമായത് മാത്രമേ രണ്ടു മൂന്ന് പേരോട് ഈ കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ഈ ഇങ്ങനൊരു ആവശ്യം അന്ന് മുന്നോട്ട് വെച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട MLA അന്ന് CPB എന്നാണ് അദ്ദേഹമാണ് പറഞ്ഞത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് എന്നോട് പറയുകയാണ്, അതെന്നെ പെടുത്തിയാന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് നോ പറയാൻ പറ്റുമോ? ഒരു 2 ഡയാലിസിസ് മെഷീൻ വിചാരിച്ചാൽ വിചാരിച്ചാൽ ഈ സൈഡ് നടക്കും, അതൊന്നും ശരിയാക്കി തരണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഞാൻ നോ പറയണം. നോ പറയുന്നത് ഒരാൾക്കും യോജിച്ച കാര്യമില്ല. ഇത് ഞാൻ കേൾക്കാത്ത പട്ടിരിക്കണം. അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് ശരിയാക്കാമെന്ന്. അപ്പൊ അദ്ദേഹത്തോടാണ് ആദ്യമായിട്ട് കടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ആവശ്യം മുന്നോട്ട് വെച്ചു. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് അത് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലും ബന്ധങ്ങളും വ്യക്തിപരമായിട്ട് അറിയുന്ന ആളാണ്. നമുക്ക് ആവശ്യപ്പെടാമല്ലോ. അങ്ങനെ പലരും നമ്മൾ ആവശ്യപ്പെട്ടിട്ട് എന്താ പറയുക, ഈ ഒരു രീതിയിൽ നമ്മളിത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണ്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് തോന്നി 3 മെഷീൻ എന്ന് പറയായിരുന്നു. അവരെ കൊടുക്കാൻ വയ്യല്ലോ വെച്ചിട്ടാണ് ഞാൻ 2 എന്ന് പറഞ്ഞത്. അപ്പൊ ഇനിയും നമുക്ക് ഇവിടെ ഇപ്പോ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ രോഗികള് ബാക്കി കിടക്കുകയാണ്. അതിന്റെ ആവശ്യകത ഇനിയുമുണ്ട്. എന്തായിരുന്നാലും ഇത് കൃത്യമായി ഈ ജീവകാരുണ്യ പ്രവർത്തനം ഏറ്റെടുത്ത് സമയബന്ധിതമായി ഇതിനെ ഈ 2 മെഷീനും ഇവിടെ എത്തി. കിട്ടിയ സമയത്ത് തന്നെ എന്നോട് വിളിച്ചു പറയുന്ന മെഷീൻ റെഡിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത്.